ശ്രീ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ മാതാവിന് സ്വർണ്ണക്കിരീടം കൊണ്ടേ കൊടുത്തു ലൂർദ് മാതാവിന്. അദ്ദേഹം സമ്പന്നനായ ഒരു 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 സിനിമാ നടനാണ്, അദ്ദേഹത്തിന് സമ്പത്തുണ്ട്. മാതാവിനോട് കൊണ്ട് ഈ സ്വർണ്ണക്കിരീടം കൊടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള കൊരട്ടി പള്ളിയിൽ, അത് മാതാവിൻ്റെ പേരിലുള്ളൊരു പള്ളിയാണ്, അവിടെ അദ്ദേഹം വാഴക്കൊല സമർപ്പിച്ചു, മുട്ടിലെഴിഞ്ഞു, മറ്റങ്ങനെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ രണ്ട് സഹോദരിമാർ, രണ്ട് അമ്മമാർ, ഈ അമ്മമാർ ജയിലിൽ കിടന്നിട്ട്, അത് അന്യായമായി ജയിലിൽ കിടന്നിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് ഇദ്ദേഹം കമാന്നൊരക്ഷരം വേണ്ടിയില്ല. ദുഃഖകരമാണ്, കുറ്റകരമായ അനാസ്ഥയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് പറയാൻ സൗകര്യമില്ലെന്നാണ്. ഞാൻ ഈ വാക്ക് പറയുന്നത് അധിക്ഷേപമായിട്ട് പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞാണ്. ആകെ രണ്ട് കാര്യങ്ങളെ അദ്ദേഹം അവിടെ പറഞ്ഞുള്ളൂ. അതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിരീടം കൊടുക്കാനും വാഴക്കല കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. അതിന് കുറച്ച് പൈസയുടെയും പിന്നെ അതിനുള്ള ഒരു ഇതൊക്കെ മതി. അപ്പോൾ അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നടൻ്റെ കൗശലമൊക്കെ ആയിട്ട് അതിനെ കാണാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 9 ദിവസമായിട്ട് അവിടെയുള്ള 2 പേര്, നമ്മുടെ കേരളത്തിലുള്ള 2 പേര്, അതിൽ ഒരു സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, എളവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സിസ്റ്റർ പ്രീതി മേരി. ആ സിസ്റ്ററിന് വേണ്ടി അദ്ദേഹത്തിനൊരു വാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അത് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം വിജയിച്ചത് എവിടുന്ന? തൃശ്ശൂരിൽ നിന്നാണ് വിജയിച്ചത്. തൃശ്ശൂർ ധാരാളം ക്രൈസ്തവരുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രി ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ജയിച്ച ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊന്നും ഇല്ലെന്നാണ്, ഇവിടുത്തെ മനുഷ്യരില്ല, നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല, അത് എൻ്റെ കാര്യമല്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ഇരട്ടത്തപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.